നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഭയങ്കരമായിട്ട് കഴിക്കാൻ ആഗ്രഹിച്ചിരിക്കുമ്പം ആ സാധനം ആരെങ്കിലും കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും? ഇവിടെ കൊണ്ടുവന്നില്ല, പക്ഷെ അത് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ കൊണ്ടുവന്നു. പാലുണ്ടായിരുന്നു, ബ്രെഡാ കൊണ്ടുവന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്താലും TV കണ്ടോണ്ടേ ചെയ്യും. സാധനം എന്താ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ലല്ലേ? ഗുലാബ് ജാമാണ് ഉണ്ടാക്കുന്നത്. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ. കുറച്ച് ബ്രെഡ് എടുക്കണം, അതിൻ്റെ ബ്രൗൺ കളർ അങ്ങ് കട്ട് ചെയ്ത് കളയണം. അതിനകത്ത് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ഉരുട്ടാൻ പറ്റുന്ന പരുവാക്കണം. എന്നിട്ടത് പൊരിക്കണം. പിന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയാൽ മതി. ഇത്രേ ഉള്ളു പണി. ഷുഗർ സിറപ്പിനകത്ത് ഞാൻ പഞ്ചസാര ഇട്ടതിന് അളവൊന്നുമില്ല, ഞാൻ ഒരു ഊഹത്തിനിട്ടേ. ഞാൻ പറഞ്ഞിട്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ കണ്ടോ. ഇത് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. പിന്നെ വീട്ടിൽ പണി ചെയ്യാത്തവർ ഇത് ചെയ്യാൻ പോകരുത്. നമ്മൾ ഇങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ അമ്മമാർ വന്ന് ചോദിക്കും, ഇതൊക്കെ ചെയ്യാനറിയാലോ, നാളെ തൊട്ട് അടുക്കളപ്പണി മൊത്തം ചെയ്തോണം. ഇതൊക്കെ കേട്ടാലും ഞാൻ അടുക്കളപ്പണിയൊന്നും ചെയ്യാൻ പോകുന്നില്ല. അത് എനിക്കും അറിയാം, അമ്മയ്ക്കും അറിയാം. ഞാൻ ഇതിനു മുമ്പ് ലഡു ഉണ്ടാക്കിയിരുന്നു. പിന്നെ വീടെടുക്കണമെന്ന് വിചാരിച്ചേ, പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയോണ്ട് ഞാൻ എടുത്തില്ല. എങ്ങാനും കുളമായി പോയാലോ. പക്ഷെ അത് അടിപൊളിയായി. ഇനി ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ വീടിടാവേ. പിന്നെ കുക്കിങ് ഞാനാ ചെയ്യുന്നത്, വീടെടുക്കുന്നേ ഞാനാ. അതിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ കാണും വീഡിയോയിൽ. പൊരിച്ച സാധനം ചുമ്മാതെ തിന്നാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ഷുഗർ സിറപ്പ് എങ്ങനെ ബ്രൗൺ കളറായെന്ന് വെച്ചാൽ, ഞാനാണെങ്കിൽ ബ്രൗൺ ഷുഗർ നോക്കിയിട്ട് കണ്ടില്ല. അതുകൊണ്ട് ഞാൻ സാധാ ഷുഗറാണ് ഇട്ടത്. പിന്നെ ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ കാണിച്ചു തന്നു. അപ്പം ഞാൻ അതും കൂടെ എടുത്തിട്ട് മുറുകുന്നതിന് മുമ്പേ ഞാൻ എടുത്തിട്ട് പിന്നെ ഞാൻ TV കണ്ടുകൊണ്ടിരുന്നാണ് കഴിച്ചത്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യണേ.